സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒത്തൊരുമയുടെയും മനോഹരമായ ഒരു ഓണപ്പുലരി കൂടി ഇതാ. ഞങ്ങൾ കാരിത്താസിയൻസിന് ഓരോ ആഘോഷവും വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഓണം, ക്രിസ്മസ്. എല്ലാവർക്കും കൂടി ഇതുപോലെ ഒത്തുചേരാനും മനസ്സ് തുറന്ന് ചിരിക്കുവാനും ഒക്കെ പറ്റുന്ന മനോഹരമായ ദിവസങ്ങളാണ്. ഈ വർഷത്തെ ഓണത്തെ ഞങ്ങൾ വരവേറ്റത് നിറവ് എന്ന മനോഹരമായ ഒരു പേരിലൂടെയാണ്. ഇത് ഞങ്ങളുടെ പ്രിയപ്പെട്ട അബി പുരുഷ കേസരി മത്സരമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഞാൻ ഈ നിറവിൻ്റെ ആഡ് ചെയ്തിട്ടുള്ളൂ. ഡോക്ടേഴ്സ് ഉൾപ്പെടുന്ന ഒരുപാട് പേരുടെ പരിപാടികൾ അന്ന് അടിപൊളിയായിട്ട് അവിടെ നടത്തപ്പെട്ടു. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ഹോസ്പിറ്റലിലെ ഒരു കലാശക്കൊട്ടായിരുന്നു ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഓണാഘോഷം എന്ന് തന്നെ പറയാം. ഓണവും കഴിഞ്ഞാണ് ഞങ്ങൾ ഈ ഓണാഘോഷത്തിന് മുതിർന്നത് തന്നെ. എന്നാൽ തന്നെ ഓണസദ്യയിലൊന്നും ഒരു കുറവും ഇല്ലായിരുന്നു കേട്ടോ. 2 കൂട്ടം പായസമൊക്കെ ആയിട്ടൊരു അടിപൊളി ഓണസദ്യ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ആസ്വദിച്ചങ്ങ് കഴിച്ചു. ഈ ഒരു പ്രോഗ്രാം ഇതുപോലെ ഗംഭീരമാക്കാൻ ഞങ്ങൾക്ക് എല്ലാ പിന്തുണയും തന്ന ഞങ്ങളുടെ ജോയ്സ് അച്ഛൻ, അതുപോലെ അജിത് സാറിൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കണ ഞങ്ങളുടെ ഫിലിപ്പ് സാറും ബിജോയ് സാറും, അവർക്ക് വലിയൊരു താങ്ക്സ് ആദ്യം തന്നെ പറയുവാണ്. 2-3 ദിവസം കൊണ്ടാണ് ഈ ഒരു പരിപാടി ഇതുപോലെ ഭംഗിയാക്കിയത്. നമ്മൾ പ്രതീക്ഷിച്ചതിലും അധികം റിസൾട്ട് നമുക്ക് ഈ ഒരു പ്രോഗ്രാമിന് കിട്ടി. അതിന് മെയിൻ ഒരാളാണ് സജി ചേട്ടൻ. അതുപോലെ ഈ കാണുന്ന ടീംസ് എല്ലാവരും കൂടിയാണ് ഈ ഒരു പ്രോഗ്രാമിനെ സൂപ്പർബ് ആക്കിയത്. 1 2 3 സ്റ്റാർട്ട്. മുമ്പോട്ട് ചേരുണ്ട് ഓടി വാ. പുറത്തേക്കല്ല അകത്തേക്ക് ഓടി. ഓക്കെ, 2 തൊട്ടേക്ക്. എന്ത് രസമായിരുന്നു അറിയാവോ അന്നത്തെ ആ ഒരു ഓണാഘോഷം എന്ന് പറയുന്നത്. ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞ് ശനിയാഴ്ച ഉച്ച കഴിഞ്ഞുള്ള സമയമാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് ഒത്തുകൂടിയത്. അതൊരിക്കലും മറക്കാത്ത ഒരു മെമ്മറിയായി ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ ഇടം പിടിച്ചു കഴിഞ്ഞു. മാറിയാത്ത പിഞ്ചോമനകളായി വന്നു നിൽക്കുന്നു നമ്മൾ ഇന്നും തളിരിലുലയും വ്യാമോഹ ആത്മചൈതന്യം ആങ്കറിംഗ് ഒക്കെ പലയിടത്തും ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് കേട്ടോ എൻ്റെ കാരിത്താസിൽ ഞാൻ പെർഫോം ചെയ്യുന്നത്. ആ ഒരു സന്തോഷം അതൊന്ന് വേറെ തന്നെയാണ് കേട്ടോ. അജിത് സാറിന്റെ ഇടതും വലതുമായി നിന്ന് നമ്മൾ ഓരോ സ്റ്റാഫിനെയും വളരെയധികം ഉത്തരവാദിത്തോടെ സ്നേഹത്തോടെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ബിജോയ് സാറിനെയും ഫിലിപ്പ് സാറിനെയും ഈ ഒരു ഓണാഘോഷ പരിപാടിയിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ ഓപ്പറേഷൻസിന്റെ ആഘോഷത്തിലാണ് നമ്മളെല്ലാവരും ആയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ഹോൾ ഏകദേശം നിറഞ്ഞ് ആൾക്കാരുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഓണത്തിന്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടു കൂടി ആശംസിക്കുകയാണ്. ഓരോ വർഷവും നമ്മൾ ഓണം ആഘോഷിക്കുമ്പോൾ ഒത്തിരിയേറെ പേര് പുതുതായിട്ട് നമ്മുടെ ഇടയിലേക്ക് കടന്ന് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഈ ഓപ്പറേഷൻസ് ഡിപ്പാർട്ട്മെന്റ് നമ്മൾ വളരുമ്പോഴും നമ്മുടെ ഈ ഐക്യവും സ്നേഹവും എപ്പോഴും ഒരുമിച്ച് ഉണ്ടായിരിക്കണം. ഇപ്പൊ നമ്മുടെ
ഇത് ഞങ്ങളുടെ ജോയ്സ് അച്ഛൻ, ഞങ്ങളുടെ ഓപ്പറേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡാണ്, തലവരാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ളൊരു അച്ഛനാണ് കേട്ടോ. ഞങ്ങൾ ഓരോ സ്റ്റാഫിനും അത്രത്തോളം കെയർ ചെയ്യുന്ന, ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ട സപ്പോർട്ട് തരുന്ന ഒരു അച്ഛനാണ്. സത്യം പറഞ്ഞ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ വളരെ കുറവാണ് കേട്ടോ. ഇനി കയ്യിലുള്ള വീഡിയോസൊക്കെ ആണെങ്കിലും പല ഫോണിൽ നിന്ന് കിട്ടിയതാണ്, പലരെടുത്തതാണ്. അതുകൊണ്ട് തന്നെ പലതും ഷെയ്ക്കാണ്, പലതിൻ്റെ അറ്റവും വാലും ഒന്നും ഇല്ല. എങ്കിൽ പോലും ഞാനിത് മുഴുവനും ഒരു വീഡിയോ ആയിട്ട് സെറ്റ് ചെയ്ത് ഇങ്ങനെ ഇടാൻ കാരണം അന്നത്തെ ആ ഒരു മൊമെൻറ്റ് എന്നും എപ്പോഴും മനസ്സിൽ വരുമ്പോൾ ഒന്ന് എടുത്തു നോക്കാൻ പാകത്തിന് ഈ ഒരു യൂട്യൂബിൽ കിടന്നോളുമല്ലോ എന്നോർത്താണ് കേട്ടോ. അതുകൊണ്ട് അതിൻ്റേതായ ഒരു ക്വാളിറ്റി ഇഷ്യൂസൊക്കെ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ കാണും. അതങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ ഒത്തിരി നല്ല കുറേ കാഴ്ചകൾ നിങ്ങൾക്കിവിടെ ആസ്വദിക്കാൻ സാധിക്കും. രസകരമായ രീതിയിൽ മനോഹരമായ ഒരു ഓണസന്ദേശം ഞങ്ങൾക്കായിട്ട് ജോയ്സ് അച്ഛൻ തന്നു. അതിനുശേഷം ഞങ്ങളുടെ സഞ്ജു ചേട്ടൻ്റെ ടീമിൻ്റെ ഒരു ഓണപ്പാട്ട്. താളം തുള്ളും തുമ്പപ്പൂവേ നിന്നെ തഴുകാനക്കുഴിക്കാറ്റിൻ കുഞ്ഞിക്കൈകൾ ഓടവില്ലിലും ഞാനാടും വണ്ണത്തിക്കിളിയെ നിന്നെ പുലികാരെ കുതിയൂറും മാറിക്കാറും ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവേ നിന്നെ തഴുകാനക്കുഴിക്കാറ്റിൻ കുഞ്ഞിക്കൈകൾ ഓടവില്ലിലും ഞാനാടും വണ്ണത്തിക്കിളിയെ നിന്നെ പുലികാരെ കൊതിയൂറും മാറിക്കാറും പൂവിളിയെ വരവേൽക്കും ചിങ്ങനിലാവിൻ വൃന്ദാവനി തിരുവോണമേ വരികില്ലേ നീ തിരുവോണ സദ്യയെടുക്കാൻ മാത്തേറും കോടിയെടുത്ത് തുമ്പിപ്പെണ്ണേ അണയില്ലേ നീ തിരുമുറ്റത്തൊരു കോടി നിൽക്കുന്ന മുന്നേ നീ ചിരിയാനെ പൂച്ചൊഴിയൂ നീ ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവേ നിന്നെ കഴുകാനായി കുളിക്കാറ്റിൻ കുഞ്ഞിക്കൈകൾ ഓണവില്ലിലും ഞാനാടും വണ്ണത്തിക്കിളിയെ നിന്നെ കുളികാനായി കൊതിയൂറും മാറിക്കാറും വരുവോണമേ തിരുവോണ സദ്യയൊരുക്കാൻ മാറ്റേറും കോടിയെടുത്തു തുമ്പിപ്പെണ്ണേ അണയില്ലേ നീ ഇരുട്ടത്തൊരു കോടി നിൽക്കുന്ന മുന്നേ തേച്ചിരിയാതെ പൂച്ചൊഴിയൂ നീ. സത്യത്തിൽ ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് ഒക്കെ കഴിയുമ്പോഴാണ് കേട്ടോ നമ്മുടെ ചുറ്റും ഇത്രത്തോളം നല്ല കലാകാരന്മാരൊക്കെ ഉണ്ട് എന്നൊക്കെ തിരിച്ചറിയുന്നത്. അതിമനോഹരമായ ഒരു ഓണപ്പാട്ട് ഞങ്ങൾക്ക് സമ്മാനിച്ച എല്ലായിടത്തും ആൾക്കാരെ ഒപ്പിച്ച് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ആക്ടിവിറ്റീസും പ്രോഗ്രാംസും എത്തിയത് പിന്നെ ക്രിസ്റ്റീനയും ജെറിനും കമ്പയർ ചെയ്യാൻ വേണ്ടിയുള്ള ആ ഒരു റെസ്പോൺസിബിലിറ്റി എടുത്ത് അങ്ങനെ എല്ലാവർക്കും ദ ഹോൾ ടീമിന് ആയതിന് ഒരു ബിഗ് കൺഗ്രാറ്റ്സ്. എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കലാണ് ഏതൊരു ആഘോഷത്തിൻ്റെയും ഏറ്റവും സൗന്ദര്യം എന്ന് പറയുന്നത്. നമ്മുടെ കൂടെ ജോയ്സ് അച്ഛനും സ്റ്റീഫൻ അച്ഛനും സിറോഷി നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു ഡിപ്പാർട്ട്മെന്റ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്ന പോലും ഇങ്ങനത്തെ ഓരോ ഫംഗ്ഷന്റെ സമയത്ത് മാത്രമാണ്. അപ്പൊ ഇതിന് ശരിക്കും ചുക്കാൻ പിടിച്ചത് സഞ്ജുവും അവരെല്ലാരും കൂടെയാണ്. ഇതിന്റെ ഫുൾ പരിപാടി അവരാണ് ഏറ്റെടുത്തത്. ജനങ്ങളുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്ന യഥാർത്ഥ രാജാവ് എന്ന് പറയുന്നത്. നമ്മുടെ മഹാബലിയെ കുറിച്ചും അങ്ങനെയാ പറയുന്നത്. ജോയ്സ് അച്ഛനും അങ്ങനെയുള്ള വ്യക്തിയാണ്. നമ്മുടെ കൂടെയുള്ള ആളുകളുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്ന ആളാണ് ജോയ്സ് അച്ഛൻ. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ ഈ മനസ്സറിഞ്ഞ അച്ഛൻ ഇനിയുള്ള കാലത്ത് പ്രവർത്തിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കളികളുമൊക്കെ ആയിട്ട് നിങ്ങൾ മനോഹരമായിട്ട് ഇവിടെ ആഘോഷിക്കുമായിരുന്നു. അപ്പം നിങ്ങളുടെ ഈ ആഘോഷത്തിൽ പങ്കുചേരുവാനായിട്ട് അവസരം കിട്ടിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങളുടെ മനസ്സിൻ്റെ നന്മയും മുഖത്തെ ഒരു പുഞ്ചിരിയും എല്ലാം നമുക്ക് ഒത്തിരിയേറെ എനർജി നൽകുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ വിനോദിൻ്റെയും ഒരു പാട്ട് അടിപൊളി പാട്ടായിരുന്നു കേട്ടോ.
ഇത്രയും പ്രതീക്ഷിച്ചില്ല. വെൽക്കം ചെയ്തപ്പോഴത്തേക്ക് ഞാൻ ആദ്യമായിട്ടാണ് അവർ രണ്ടുപേരുടെയും പാട്ട് കേൾക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള പാട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഓണത്തിന് മംഗളങ്ങളേറെ സ്നേഹത്തോടെ നേരുന്നു. ഗെയിംസ് ഉണ്ടായിരുന്നു. സമ്മാനം പറഞ്ഞു ഇതൊക്കെ ഉണ്ട്. ഞാൻ തന്നെ കൊടുക്കണമല്ലോ. ഓണസദ്യ ഗെയിമായിരുന്നു. കോമ്പറ്റീഷനായിരുന്നു. ഇത് ഞങ്ങളുടെ കാരിത്താസിൻ്റെ ജോയിൻറ്റ് ഡയറക്ടേഴ്സിൽ ഒരാളായ സ്റ്റീഫൻ അച്ഛനാണ് കേട്ടോ. ആള് അടിപൊളിയാണ്. ജോയ്സ് അച്ഛൻ്റെ കൂടെ ഞങ്ങളുടെ ഈ പ്രോഗ്രാമിന് എത്തുകയും സമ്മാനദാനം നടത്തുകയും മാത്രമല്ല അടിപൊളിയായിട്ട് അവസാനം വരെ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് നിന്നൊരു അച്ഛനാണേ. പലപ്പോഴും മസിൽ പിടിച്ച് നടക്കുന്നവരൊക്കെ ഒന്ന് ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള പ്രോഗ്രാംസിലൊക്കെയാന്ന് തോന്നുന്നു. ഇവർക്ക് ഇത്രയും പാവമാണോ എന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോകുന്ന കുറേ നിമിഷങ്ങൾ ഞങ്ങൾക്ക് ആ ഒരു പ്രോഗ്രാമിൽ നിന്ന് കിട്ടി. എടുത്തു പറയേണ്ട ഒരു പേരാണ് ഞങ്ങളുടെ ചീഫായിട്ടുള്ള ഡോക്ടർ അജിത് സാറിൻ്റെ ഒരു പിന്തുണ വളരെ വലുതായിരുന്നു കേട്ടോ. രഹസ്യമായി വിളിച്ചങ്ങ് അരുളി
ഡ്യൂട്ടിക്ക് ശേഷം അത്രത്തോളം എഫേർട്ട് ഇട്ടാണ് 3 ദിവസം കൊണ്ട് ഈ ഒരു തിരുവാതിര അവർ സെറ്റ് ചെയ്തെടുത്ത് കേട്ടോ. രമ്യ ചേച്ചിക്കും ഈ ഒരു ടീമിനും ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയാതിരിക്കാൻ പറ്റില്ല. അതിമനോഹരമായ ഒരു തിരുവാതിര ഞങ്ങൾക്കായി ഒരുക്കിയ രമ്യ ചേച്ചിക്കും ടീമിനും ഒരുപാട് നന്ദി. അടുത്തത് നമ്മുടെ ഈ ഒരു ഓണാഘോഷ പരിപാടിയിൽ ഒരു അടിപൊളി ഡുവൈറ്റുമായിട്ട് നമ്മുടെ വിനോദ് ചേട്ടനും പൂവിൻ കന്നിക്കൂറുമ്പിൽ തൊട്ടു തൊട്ടില്ല, കണ്ണു കണ്ണു തേടിയുലഞ്ഞു കണ്ടു കണ്ടില്ല, മുള്ളാലേ വിരൽ മുറിഞ്ഞു മനസ്സിൽ നിറയെ മണത്തുടുമ്പിയ മധുര നോപ്പരും. പൂവിൻ കന്നിക്കൂറുമ്പിൽ തൊട്ടു തൊട്ടില്ല, കണ്ണും കണ്ണും തേടിയുലഞ്ഞു കണ്ടു കണ്ടില്ല, മുള്ളാലേ വിരൽ മുറിഞ്ഞു മനസ്സിൽ നിറയെ മണത്തുടുമ്പിയ മധുര നൊമ്പരം. തെന്നി തെന്നി പമ്പ ചിരിച്ചു, ചന്നം പിന്നും മുത്തു തെറിച്ചു, തുഴയിൽ ചിതറി വെള്ളത്താമര. ഓലക്കയ്യാൽ വീശി എന്നെ താളത്തിൽ ഓളത്തിൽ മാറി വിളിച്ചു. കൈതപ്പൂവിൻ കന്നിക്കൂറുമ്പിൽ തൊട്ടു തൊട്ടില്ല, കണ്ണും കണ്ണും തേടിയൊഴിഞ്ഞു കണ്ടു കണ്ടില്ല. കാതും കാത് കേട്ട രഹസ്യം കണ്ണും കണ്ണും കണ്ടു രസിച്ചു, മനസ്സിൽ മയങ്ങും സ്വപ്നമർമ്മരം. ിക്ക് പൊളിച്ചിലങ്ക കാതോല കൈവള പളുങ്കും മോതിരം. കൈതപ്പൂവിൻ കന്നിക്കൂറുമ്പിൽ തൊട്ടു തൊട്ടില്ല, കണ്ണും കണ്ണും തേടിയുലഞ്ഞു കണ്ടു കണ്ടില്ല, മുള്ളാലേ വിരൽ മുറിഞ്ഞു മനസ്സിൽ നിറയെ മണം നിറമ്പിയ മധുര നോമ്പരം. തൊട്ടു തൊട്ടില്ല, കണ്ണു കണ്ണും തേടിയുലഞ്ഞു കണ്ടു കണ്ടില്ല.
നിശാൽ പാട്ട് വെച്ച് തന്നാൽ ഞങ്ങൾക്കൊന്ന് എന്റർടൈൻ ചെയ്യാമായിരുന്നു. ഹിന്ദി പാട്ട് മതിയോ? എന്താ പേര്? സ്വീറ്റ് നെയിം. കേട്ടോ പറ്റി. ലാംഗ്വേജ് എന്തായാലും എനിക്ക് പ്രശ്നമല്ല. പിന്നെന്താ, വിത്ത് പ്ലഷർ.
അടുത്തത് ഞങ്ങളുടെ സഞ്ജു ചേട്ടൻ്റെ ഒരു അടിപൊളി പാട്ടാണ് കേട്ടോ. പാട്ടിനിടെ തുള്ളാൻ പോയതുകൊണ്ട് വീഡിയോ ഒന്നും പ്രോപ്പറായിട്ട് കിട്ടിയില്ല. പക്ഷെ കിട്ടിയ ഒരു ഇച്ചിരി പോർഷൻ അത് ആഡ് ചെയ്തേ പറ്റും. ഡാൻസിന് പാട്ടിലൊക്കെ മിടുക്കിയായിരുന്നു. സമൂഹ നടുവരെ ഞാൻ ഒറ്റയ്ക്ക് കണ്ടിട്ടുണ്ട്. ഓ ഐ സീ. യെസ് ഐ ആം ഇൻ ദി സീ. Yes.
തീർന്നില്ല, ക്ഷീണിക്കാൻ സമയമായില്ല. അടുത്ത DJ ശൂരൻ പടയുടെ ചെമ്പട കൊട്ടിക്കോലം തുള്ളും താളം, വീരൻ പടയുടെ വൻമുടിയേറ്റിക്കൊട്ടിക്കേറും താളം. ഇത് മുള്ളൻ കൊല്ലിക്കുന്നിൻ മേലെ കാവടിയേന്തും മേളം, ഇന്നക്കരയുള്ളവൻ ഇക്കരയെത്തും തക്കിടി തകിലടി മേളം. ഇത് മാമലമേലെ സൂര്യനുദിക്കും പുലരിക്കതിരിൻ വെള്ളിത്തേര്, കാടും മലയും പുഴയും കടന്ന് കയറി വരുന്നൊരു വള്ളിത്തേരാണേ. വെൽമുരുകാ ഹരോഹരാ ഹോ, വേലായുധാ ഹരോഹരാ ഹോയ്, വെൽമുരുകാ ഹരോഹരാ ഹോ, വേലായുധാ ഹരോഹരാ. ശൂരൻ പടയുടെ ചെമ്പട കൊട്ടിക്കോലം തുള്ളും താളം, വീരൻ പടയുടെ വൻമുടിയേറ്റിക്കൊട്ടിക്കേറും താളം. ഇത് പുള്ളൻ കൊല്ലിക്കുന്നിൻ മേലെ കാവടിയേന്തും മേളം, ഇന്നക്കരയുള്ളവൻ ഇക്കരയെത്തും തക്കിടി തകിലടി മേളം. പറക്കണ പൂവേ 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 കളറാവട്ടെ, ചിരി 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 ചിരിക്കണ ചുണ്ടേ 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 പവറാവട്ടെ. മുല്ല 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 മുടി മേലെ മണം പറക്കണ
മലയാളക്കരയിലക്കണം വിളമ്പാനായില നിരത്തുന്ന മുരുകി വാ മിനുങ്ങി വാ ഏത് മൂഡ് പൂക്കള മൂഡ് ഏത് മൂഡ് മുണ്ട് മൂഡ് ഏത് മൂഡ് സാരി മൂഡ് ഏത് മൂഡ് സദ്യ മൂഡ് ഏത് മൂഡ് പായസ മൂഡ് ഏത് മൂഡ് പപ്പടം മൂഡ് ഏത് മൂഡ് ഓണ മൂഡ് ഏത് മൂഡ് അത്തം മൂഡ് ഏത് മൂഡ് പൂക്കള മൂഡ് ഏത് മൂഡ് മുണ്ട് മൂഡ് ഏത് മൂഡ് സാരി മൂഡ് ഏത് മൂഡ് സദ്യ മൂഡ് ഏത് മൂഡ് പായസ മൂഡ് ഏത് മൂഡ് പപ്പടം മൂഡ് ഏത് മൂഡ് ഒള്ളി മൂഡ് ഓണം മൂഡ്